ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഷിൽജി ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. ഷുഗറുകാർക്കും കൊളസ്ട്രോളുകാർക്കും ഒക്കെ ഡെയിലി കഴിക്കാൻ പറ്റിയ ഒരു ദോശയാണ്. ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന 150 ഗ്രാം ഉഴുന്നാണ്. പിന്നെ ഒരു 200 ഗ്രാം ചെറുപയറും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ചേരുവയായി ഓട്സും എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് തലേദിവസം തന്നെ 1 ഓവർനൈറ്റ് ഒന്ന് ഓട്സും അതുപോലെ തന്നെ ചെറുപയറും കുതിരാനിടണം. ചെറുപയറില്ലേ, കുറച്ച് കൂടുതൽ സമയം വെള്ളത്തിൽ ഇടണം. അതിനിച്ചിരി കുതിരാൻ താമസമുള്ളതല്ലേ. അതുപോലെ തന്നെ ഒരു 12 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുകയാണ്. പിറ്റേ ദിവസം ആകുമ്പോൾ ഇത് മുളച്ച് കിട്ടും. മുളച്ച പയറാകട്ടോ, നല്ല ഹെൽത്തി. ഇനി ഞാൻ ഓട്സ് ഈ കൂടെ തന്നെ ഇടുന്നുണ്ട്. ഓട്സിന് അധികം കുതിരേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാൽ തന്നെയും ഒന്നിച്ചിടുക. നമ്മളിത് രാവിലെ ദോശയ്ക്ക് അരച്ചല്ലേ എടുക്കുന്നത്. ഇനി ഇത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. രാവിലെ ആകുമ്പോഴത്തേക്ക് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഓട്സും പയറും ഒക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഒന്നിച്ചിട്ട് അരച്ചെടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഞാൻ ഉഴുന്ന് കുതിരാൻ ഇട്ടിട്ടില്ലായിരുന്നു, കാരണം ഉഴുന്ന് പൊടിച്ചാണ് ഇതിന് ചേർക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി ഒന്നിച്ചിട്ടിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് 1-2 ചേരുവകൾ കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ഈ സമയത്തെ. പിന്നെ ചെറിയൊരു എരിക്ക് വേണ്ടിയിട്ട് കാന്താരി മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാന്താരി മുളകിലെ 2 പച്ചമുളക് ചേർത്താലും മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു ഓട്സിൻ്റെ ഈ എരിവും എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ 100 ഗ്രാം ഉഴുന്നില്ലേ, അതും ചേർത്ത് കൊടുത്തു. ഇത്രയും ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യണം. ഇളക്കി കൊടുത്ത് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ. ഒട്ടും തരിതരിപ്പോ കട്ടിയോ ഇല്ലാതെ വേണം ഇത് അരയ്ക്കാൻ. നല്ല അരച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കുറച്ച് ചേരുവകൾ ചേർക്കാറുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ ദോശ ചുട്ടെടുക്കാം. ഇപ്പം കണ്ടില്ലേ, നല്ല തിക്ക് ബാറ്ററായിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവേ. അത് മിക്സ് ചെയ്യുന്ന സമയത്ത് പോരെങ്കിൽ മാത്രം ചേർത്ത് വെച്ചാൽ മതി. ഇനി ചെറിയ ജീരകം ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഒരു 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ എള്ളോ അതുപോലെ എന്ത് സാധനം ഉണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്യാം. ഞാൻ വേറൊരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത്. ഇനി കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട്. ഓരോ ദോശയായിട്ട് പാൻ ചൂടാകുമ്പോൾ നമുക്ക് ചുട്ടെടുക്കാം. ഇത് 3 ടൈപ്പിൽ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ പ്ലെയിൻ ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. നമുക്ക് ഏത് അസുഖക്കാർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. ഏതെങ്കിലും ഒരു നേരം ഇതൊന്ന് ശീലമാക്കണം. ഇതുപോലെ നല്ല മുരിഞ്ഞിട്ട് നമുക്ക് വേണേൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ സോഫ്റ്റായിട്ട് വേണ്ടവർ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തേച്ചാൽ മതിയേ. പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് വേണമെങ്കിൽ മാത്രം ചേർത്തേച്ചാൽ മതി കേട്ടോ. 2 സൈഡും മറിച്ചിട്ട് ഞാനൊരു തക്കാളി ചട്നിയുടെ കൂടിയാണ് ഇത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. ഇനി ബാക്കിയുള്ള ദോശയും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. ഞാൻ കുറച്ച് ക്യാപ്സിക്കവും അതുപോലെ തന്നെ ക്യാരറ്റും സവോളയും ഒക്കെയാണ് ചേർക്കുന്നത്. അതിനുശേഷം ഒരു മുട്ടയും കൂടെ ഉടച്ചൊഴിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത ഒരു ഊത്തപ്പം കഴിക്കുന്നതിൻ്റെ ഫീലും കൂടെ കിട്ടും. ഇത് നമ്മുടെ 2ാമത്തെ ടൈപ്പ് ദോശയാണ് കേട്ടോ. ഇതിപ്പോൾ എത്ര മുട്ട വേണേലും ഉടച്ചൊഴിക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പുപൊടിയും കൂടെ അതിൻ്റെ മണ്ടയിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒന്നും പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് മറിച്ചിട്ടും കൂടി വേവിച്ചെടുക്കാവേ. ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഊത്തപ്പം കഴിക്കുന്ന പോലെയാണെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു ഫീലിങ്സാണ് വരുന്നത്. പക്ഷേ ഓട്സിൻ്റെയോ ആ ചെറുപയറിൻ്റെയോ ഒന്നും ഒരു ആവശ്യമില്ലാത്ത ടേസ്റ്റുകളൊന്നും വരുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു സൈഡ് മൂത്തതിന് ശേഷം മറിച്ചിടാം. അതിന് മുമ്പായിട്ട് നമുക്കിന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചാൽ മാത്രമേ ഉള്ളൂ നല്ലോണം കുക്കായി കിട്ടുള്ളേ. ഇനി ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ 2ാമത്തെ ദോശയും റെഡിയായി. ഇങ്ങനെ തന്നെ ബാക്കിയിരിക്കുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ അടച്ച് വെച്ച് സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ തുറന്ന് വെച്ച് മുരിച്ചെടുക്കുന്നതായതുകൊണ്ട് ഇങ്ങനെ ഇത് കണ്ടില്ലേ,
വെജിറ്റബിൾസ് മാത്രം വെച്ചും അതുപോലെ നോർമലായിട്ടുള്ളതും പിന്നെ ഊത്തപ്പ സ്റ്റൈലിൽ ഉണ്ടാക്കിയ നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള ദോശ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇനി നെക്സ്റ്റ് വീഡിയോ വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.